ഓ ജിബ്രീൽ, എന്റെ കാര്യങ്ങളൊക്കെ നീ അറിയുമല്ലോ, എന്റെ കാര്യമെടുത്തത് നിനക്കറിയാമല്ലോ. എന്നാൽ ജിബ്രീലേ, ബശ്ശിർനീ മാലി അബ്ദില്ലാഹി മിനൽ കറാമ, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് എന്തൊക്കെയുണ്ട് ജിബ്രീലേ, ഒന്ന് സന്തോഷിപ്പിക്കൂ ജിബ്രീൽ. ആ സമയത്ത് ജിബ്രീൽ പറയാണ്, ഇന്ന അബ്വാബ സമാഇ ഖദ് ഫുതിഹത്, നബിയേ, ആകാശത്തിന്റെ വാതിലുകൾ തങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. വൽ ഹൂറു കുല്ലുഹാ ഖദ് തസയ്യനത് യന്തവിറൂൻ, നബിയേ, ഹൂറുല്ലീങ്ങൾ അങ്ങയുടെ ആത്മാവിനെ വെൽക്കം ചെയ്യാനായി അതേ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എഴുന്നേറ്റ് നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, എന്റെയും നിങ്ങളുടെയും വിഷയമാണ് റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സമയത്ത് ജിബ്രീലിനോട് പറയാണ്, ബശ്ശിർനീ യാ ജിബ്രീൽ കൈഫ തകൂനു ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്, അതൊന്ന് പറഞ്ഞു തരൂ, ഒന്ന് സന്തോഷിപ്പിക്കോ. ആ സമയത്ത് ജിബ്രീൽ പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്നി, അല്ലാഹു പറഞ്ഞു, ഇന്നി ഹറംതുൽ ജന്നത അലാ സായിരിൽ അംബിയാഇ ഹത്താ തദ്ഖുലുഹാ അന്ത, നബിയേ, അല്ലാഹു സുവിശേഷം അറിയിച്ചിരിക്കുന്നു, മറ്റുള്ള പ്രവാചകന്മാർക്ക് തങ്ങൾ സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ കടക്കൽ നിഷിദ്ധമാക്കി. മാത്രമല്ല, മറ്റുള്ള സമുദായങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കുന്നതിന് അല്ലാഹു നിഷിദ്ധമാക്കി. തങ്ങളുടെ ഉമ്മത്ത് കടക്കുന്നത് വരെ ആദ്യമായി തങ്ങളുടെ ഉമ്മത്തിനെ സ്വർഗത്തിൽ കടത്തിയതിനു ശേഷമേ മറ്റുള്ള സമുദായങ്ങൾക്ക് കടക്കാനുള്ള അനുമതിയുള്ളൂ എന്ന് അല്ലാഹു അറിയിച്ചിരിക്കുന്നു. ആ സമയത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി ഇവിടെ എല്ലാം വിശദമായി അവതരിപ്പിക്കേണ്ടതാണ്, പക്ഷേ കഴിയുന്നില്ല. റസൂലുള്ളാഹിന്റെ ആ വേർപാടിന്റെ സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുൽ മൗത്തിനോട് പറയാൻ, ഇതിനി മിന്നി, അടുത്തു വരൂ അസ്രായീലേ. ഫദന, അസ്രായീൽ അടുത്തു വരുകയാണ്. യുആലിജു ഖബ്ല റൂഹിഹി, റസൂലുള്ളാഹിന്റെ ആത്മാവിനെ പിടിക്കുകയാണ്. ആത്മാവിനെ പിടിച്ച് ഹബീബ് ഫലമ്മാ ബലഗ റൂഹു മിൻഹു സുറാ, റൂഹ് റസൂലുള്ളാഹിന്റെ പൊക്കളിന്റെ ആ സൈഡിലെത്തുമ്പോ ഹബീബ് പറയാണ്, യാ ജിബ്രീൽ മാ ശദ്ദ മിറാറത്തൽ മൗത്ത്, എന്തൊരു വേദനയാണ്, മരണത്തിന് എന്തൊരു വേദനയാണ്. ഹബീബ് കരഞ്ഞു. സഹോദരങ്ങളെ, ഹറാമിയത്തിലേക്ക് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, അശ്ലീലത വിട്ട് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, തെന്മാടിത്തരത്തിലേക്ക് പോകാൻ മനസ്സ് വെമ്പൽ കൊള്ളുന്ന ചെറുപ്പക്കാരികളെ, ഒരു ദിവസം ഓർക്കണേ, ഹബീബ് പറയാ, എന്തൊരു വേദനയാ, മരണത്തിന് ശക്തമായ വേദനയുണ്ട്. ആ സമയത്ത് ഫവല്ല ജിബ്രീൽ വജ്ഹഹു, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ തൊട്ട് അവിടുത്തെ മുഖം തിരിച്ചു കളയുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ജിബ്രീലേ, അഖറഹ്തന്ന ഇലാ വജ്ഹി, എന്നോടൊപ്പം എല്ലാ സന്ദർഭങ്ങളിലും ഗൈഡായി വന്നിരുന്ന എന്റെ സന്തത സഹചാരിയായ ജിബ്രീലേ, എന്റെ മുഖം പോലും നോക്കുന്നതിനെ തൊട്ട് എന്തേ നിങ്ങളുടെ മുഖത്തെ തിരിച്ചു കളഞ്ഞോ ജിബ്രീലേ. ആ സമയത്ത് ജിബ്രീല് പറയാണ്, യാ ഹബീബല്ലാഹ് വയതീഖു ഖൽബഹു അൻ യൻദുറ വഅന്ത ഫീ സകറാത്തിൽ മൗത്ത്, നബിയേ, അങ്ങ്
അങ്ങ് സക്കറാത്തിൽ മൗത്തിന്റെ സമയമാണല്ലോ നബിയേ. ഈ സമയത്ത് അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ, വേദനിക്കുന്ന മുഖം കണ്ടിരിക്കാൻ ഈ അസ്റായീലിന് കഴിയുന്നില്ല നബിയേ. ആയിഷ സിദ്ദീഖ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുകയാണ്. വിട പറയുമ്പോ ഹബീബിന്റെ ചാരത്ത് ഹബീബ് സക്കറാത്തുൽ മൗത്തിലാണ്. വഇൻദഹു ഖദഹും ഫീഹിമാ, റസൂലുള്ളാഹിന്റെ അടുക്കൽ വെള്ളപ്പാത്രമുണ്ട്. ആ വെള്ളപ്പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ثم يمسح وجهه بالماء, വെള്ളപ്പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് മുഖത്തേക്ക് തടവുകയാണ്. എന്നിട്ട് ഹബീബ് പറയാണ്, അല്ലാഹുമ്മ ഐനി അലാ ഗമറാത്തിൽ മൗത്ത് ഔ സകറാത്തിൽ മൗത്ത്, അല്ലാഹുവേ മരണവേദന ലഘൂകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്, അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്, അല്ലാഹുവേ മരണവേദന നീ ലഘൂകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നക തഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിലി, അല്ലാഹുമ്മ ഫഅഇനി അലൽ മൗത്ത് അലാ സകറാത്തിൽ മൗത്ത്, അല്ലാഹുവേ നീ രോമകോപങ്ങളിലൂടെ, മജ്ജയുള്ള മമലിലൂടെ, മാംസത്തിലൂടെ, നരമ്പുകളിലൂടെ നീ ആത്മാവിനെ പിടിക്കുമ്പോ രാധാ മരണവേദന ലഘൂകരിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ ആ ഭാഗം ചുരുക്കുകയാണ്. ഇനിയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദനിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഈ വിഷയമായി പറയാനുണ്ട്. പറയാൻ എനിക്ക് കഴിയുന്നില്ല, കേട്ടിരിക്കാൻ നിങ്ങൾക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് അലി ഇബ്നു അബീ ത്വാലിബ്, അതേ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റൂഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ആത്മാവ് ഫീ സദ്രിഹി, അവിടുത്തെ നെഞ്ചിന്റെ ഭാഗത്തെത്തുമ്പോ സുബഹികളാക്കുന്ന ചെറുപ്പക്കാരാ, കുഞ്ഞുമൂത്രമൊഴിച്ചതിന്റെ പേര് പറഞ്ഞു സുബഹികളാക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ആത്മാവ് നെഞ്ചകത്തേക്ക് എത്തുമ്പോ അവിടുന്ന് ഉസ്രീകും ബിസ്സലാത്ത്, ശക്തമായ വേദന കൊണ്ട് ആ രംഗത്ത് വേദനിക്കുമ്പോ ഈ സമുദായത്തിനോടുള്ള ഡയറക്ഷനാണ് ഉസ്രീകും ബിസ്സലാത്ത്, നിസ്കാരം കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. നിങ്ങളുടേതായ കരങ്ങൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ ഭാര്യമാരുണ്ട്, നിങ്ങളുടെ കയ്യിൽ കഴിയുന്നവരുണ്ട്, അവരോട് നിങ്ങൾ കരുണ കാണിക്കണേ. അസ്ഥാനത്തും സ്ഥാനത്തും ഭാര്യമാരെ തല്ലുന്ന ചെറുപ്പക്കാരാ, ചെലവിന് പോലും കൊടുക്കാതെ, ഗൾഫിൽ പോയിട്ടൊരു വിളി പോലും വിളിക്കാതെ, വല്ലാതെ പരിക്കൻ ശൈലിയിലും ഭാര്യമാരോടും പെരുമാറുന്ന ചെറുപ്പക്കാരാ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സമയത്ത് നിങ്ങളുടെ കരങ്ങൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്നവർക്ക് നിങ്ങൾ കരുണ ചെയ്യണമെന്ന് ഹബീബ് പറഞ്ഞതാണ്. ഇതുകൊണ്ട് റസൂലുള്ള ഇങ്ങനെ വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ഹത്തൻ ഖതഅ കലാമുഹു,
കൊണ്ട് വർത്തമാനങ്ങൾ മുറിയുന്നത് വരെ. وقال علي رضي الله عنه أن إن رسول الله صلى الله عليه وسلم في آخر نفسه حرك شفتيه مرتين. അള്ളാന്റെ റസൂലിന്റെ പൊൻവിതർമ്മച്ചഞ്ചുണ്ട് ചെറുതായി ഒന്ന് ചലിക്കുമ്പോ, 2 തവണ ഒന്ന് ചലിക്കുമ്പോ ഞാൻ എന്റെ കർണപുടം ഹബീബിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ഫസമിഅതുഹു ബിഖൗലിൻ ഖൈഫാ, വളരെ നോർമലായി, വളരെ ലോലമായി അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഞാൻ കേട്ടു. ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായമേ എന്റെ സമുദായമേ എന്ന് പറഞ്ഞ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു പോവുകയാണ്. എന്റെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി വേദനിച്ചു പോവുകയാണ്. ഹബീബ് ഈ ലോകത്തോട് വിട പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, വഫാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. സഹാബത്തിന്റെ മാനസിക അവസ്ഥയുണ്ട്. ഫാത്തിമ ബീവിയുടെ വിലാപമുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ വന്നിട്ട് പറയാണ്, അല്ല പിതാവേ, അറിഞ്ഞോ റസൂലുള്ള വഫാത്തായെന്ന്? വഫാത്തായോ മോനെ? ഈത്തപ്പന മരത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സഹാബിയോട് മകൻ വന്ന് പറയുമ്പോ ഇരു കൈയും നീട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സഹാബി പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, ഹബീബിനെ കണ്ട കണ്ണുകൊണ്ട് ഇനി ദുനിയാവിൽ ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല. എന്റേതായ ആ കാഴ്ച നീ മടക്കിക്കളയണേ അല്ലാ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വേർപാടിൽ ദുഃഖിച്ചു പോയ സഹാബി കരയുകയാണ്. തീർന്നില്ല. ബറക്കത്തിന് വേണ്ടി ഒരു സംഭവം കൂടി പറയട്ടെ. അവിടുത്തെ പുന്നാര മകൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹിന്റെ വേർപാടിന് ശേഷം അവിടുന്ന് നേരെ ഖബറിലേക്ക് വരികയാണ്. റസൂലുള്ളാഹിന്റെ ഖബറിൽ നിന്നും മണ്ണെടുത്തിട്ട് മാദാ അലൈ അലമൻ ശമ്മ തുർബത അഹ്മദി അല്ലാ യശുമ്മ മദ സമാനി ഗവാലിയാ صبت علي مصائب لو أنها صبت على الأيام أذنى عليا أمسي بخدي للدموع رسوم أسفا عليك وفي الفؤاد كلوم. വേദനകളൊന്നും നന്നായിട്ട് കടന്നു വരികയാണ് നബിയേ. വേർപാടോർക്കാൻ കഴിയുന്നില്ല. കണ്ണുനീരിനാൽ ഫാത്തിമയുടെ 2 ഭാഗത്തും ഹബീബിന്റെ വേർപാടിന് ശേഷം 2 അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, റസൂലുള്ള വഫാത്തായതിനു ശേഷം ഫാത്തിമ ചിരിച്ചിട്ടില്ല, ഫാത്തിമ സംസാരിച്ചിട്ടില്ല. സംസാരിച്ചാൽ തന്നെയും ആ സംസാരം തിരിയൂലായിരുന്നു. ആ നിലയ്ക്ക് റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചു. ഹബീബിനെ വേദനിപ്പിച്ച വേറൊരു സഹാബി ഉണ്ട്, ബിലാൽ ബിൻ റബാഹ് ആണത്. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വേർപാടിന് ശേഷം മദീനത്ത് നിൽക്കാൻ തോന്നിയില്ല. നേരെ ഹബശയിലേക്ക് പോവുകയാണ്. നാളുകളേറെയായിട്ടും അവിടെ ദുഃഖത്തിലാണ്. അവസാനം ഒരു ദിവസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ ബിൻ റബാഹിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വഹാദിഹിൽ ജഫുവതു യാ ബിലാൽ ബിലാൽ, ഏതെന്തൊരകൽച്ചയാണ്, ഒന്ന് വന്ന് സന്ദർശിച്ചുകൂടെ?
നാളുകളേറെ കഴിഞ്ഞതിന് ശേഷമാണ് ബിലാല് വരികയാണ്, മദീനത്ത് വരികയാണ്. മദീനത്ത് വന്നിട്ട് ഹബീബിന്റെ ആ പരിശുദ്ധ മദീന കാണുമ്പോ അവിടെ നിന്ന് ബിലാല് വീണ്ടും വളരെ മനസ്സകങ്ങൾ വല്ലാതെ വേദനിച്ച് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറിയിട്ട് അവസാനം ബിലാല് ബോധരഹിതനായി വീഴുകയാണ്. നാളുകൾക്കേറെ കഴിഞ്ഞിട്ടും റസൂലുള്ളാഹിന്റെ വേർപാടിന് ശേഷം ചിരിക്കാത്ത സഹാബികളുണ്ട്. റസൂലുള്ളാഹിന്റെ പേര് പോലും പറയാൻ കഴിയാതെ ബോധരഹിതരായ സഹാബികളുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട്, എന്റെ സഹോദരിമാരോട് ഈ ഹബീബ്